കോട്ടയത്ത് ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. വൈക്കം റെയിൽവേ സ്റ്റേഷൻ റോഡിൽ മരം വീണ് വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. കിടങ്ങൂരിൽ റോഡിന് കുറുകെ മരം വീണു. കുമരകം റോഡിലും കാഞ്ഞിരപ്പള്ളി ചോറ്റിയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും വൈദ്യുതി വിതരണം താറുമാറായി. ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, വരും ദിവസങ്ങളിലും ശക്തമായ മഴ പലയിടത്തും തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. നിലവിൽ എന്താണ് ജില്ലയിലെ സാഹചര്യങ്ങൾ? അനിഷ്ട സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അമൃത, ഉച്ചയ്ക്ക് ശേഷം 2:30 ശക്തമായ മഴയ്ക്ക് പിന്നാലെ ശക്തമായ കാറ്റ് വീശിയത്. ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് കാറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. കാണക്കാരി, കുറുപ്പന്തറ, കിടങ്ങൂർ മേഖലകളിലും ധാരാളം ഇടങ്ങളിൽ മരം വീണ് വീടുകൾക്കും അതോടൊപ്പം റോഡിലേക്കും മരം വീണ് ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട്. കുമരകം റോഡിലും സമാനമായ രീതിയിൽ മരം വീണ് ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട്. എല്ലായിടത്തും പക്ഷേ ആളപായമില്ല എന്നത് ആശ്വാസകരമാണ്. കൂടാതെ ദേശീയപാതയിൽ കാഞ്ഞിരപ്പള്ളി ചോറ്റിക്ക് സമീപം 2 മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. CMS കോളേജിന് സമീപം CMS കോളേജ് റോഡിലും മരം വീണ് ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. അതിപ്പോൾ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റുന്ന നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പനച്ചിക്കാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ സോളാർ പാനലുകൾ പറന്നുപോയി. 7ഓളം സോളാർ പാനലുകൾ സമീപത്തെ കൃഷിഭവനിൻ്റെ മുകളിലേക്കാണ് പതിച്ചത്. കൃഷിഭവൻ്റെ മേൽക്കൂരകൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ജില്ലയിൽ മഴ വലിയ ദുരന്തമാണ്, അതോടൊപ്പം കാറ്റും വിതച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ മഴ ഉണ്ടായത് ഉച്ചയ്ക്ക് മാത്രമാണ്. ഇടയ്ക്ക് ഇടവിട്ട് മഴയുണ്ടായിരുന്നു. യെല്ലോ അലർട്ടാണ് ജില്ലയിൽ. അതേസമയം കാറ്റ് അതിഭീകരമായ രീതിയിലായിരുന്നു കാറ്റ് വീശിയടിച്ചത്. ഇപ്പോഴും പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരുന്നതേയുള്ളൂ. വ്യാപകമായ രീതിയിൽ വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞ് വൈദ്യുതി ബന്ധവും തകരാറിലായിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായും ഈ മരങ്ങൾ മുറിച്ചു നീക്കി ഗതാഗത തടസ്സം പലയിടത്തും പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകൾ വേണ്ടിവരും. അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം പലയിടത്തും പുനഃസ്ഥാപിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് KSEB അധികൃതരും അറിയിക്കുന്നത്. എന്തായാലും ഇന്നലെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിരുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കുള്ള യാത്ര, അതോടൊപ്പം തന്നെ ഖനന പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണം എന്നിവയും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരുന്നു. എന്തായാലും ജനങ്ങൾ കർശനമായ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത്രയും ശക്തമായ കാറ്റ് വീശിയടിച്ചപ്പോഴും ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. അമൃത. ശരി, ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.